രണ്ട് ഭാര്യമാർക്കും അലിഖിത നിർദ്ദേശം. മഞ്ജുവിന് സമ്മതം. പക്ഷേ കാവ്യയുടെ കാര്യത്തിൽ മാറ്റമെന്ന് പല്ലിശ്ശേരി. മരിച്ചുപോയ അച്ഛന്റെ ആഗ്രഹപ്രകാരം കാവ്യമാധവൻ അഭിനയ രംഗത്തേക്ക് തിരിച്ചു വരുന്നെന്ന അവകാശവാദവുമായി പല്ലിശ്ശേരി. ദിലീപിന്റെ മൗനസമ്മതം ഇതിനുണ്ടെന്നാണ് തനിക്കറിയാൻ കഴിഞ്ഞതെന്ന് പല്ലിശ്ശേരി പറയുന്നു. ദിലീപിന് കാവ്യമാധവന്റെ അച്ഛനെ നല്ല ബഹുമാനമാണ്, ഇഷ്ടമാണ്. കാവ്യയോടും ഇഷ്ടമാണ്. എത്ര ഇഷ്ടമുണ്ടായാലും ദിലീപിന് ചില നിലപാടുകളുണ്ട്. തന്റെ ഭാര്യ അതേ രംഗത്ത് വരാൻ പാടില്ലെന്ന അലിഖിത നിർദ്ദേശം ചോദിക്കുമ്പോൾ ഞാനെങ്ങനെ പറഞ്ഞിട്ടില്ലെന്ന് ദിലീപ് പറഞ്ഞേക്കാം. മഞ്ജുവിന്റെ കാര്യത്തിലും അങ്ങനെയാണ്. മഞ്ജുവും ദിലീപും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞ ശേഷം മഞ്ജു അഭിനയം നിർത്തി. അതിന്റെ പേരിൽ പലരും കുറ്റപ്പെടുത്തി. ദിലീപിന്റെ ഭാര്യ അഭിനയിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് അവർ രണ്ടുപേരുമാണ്. ഞാൻ എന്റെ ഇഷ്ടത്തിനാണ് അഭിനയം നിർത്തിയത്. അത് കുടുംബജീവിതത്തിന് വേണ്ടിയാണെന്ന് മഞ്ജു വാര്യർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ അവർ പിരിഞ്ഞു. ഒരു തിരിച്ചുവരവ് സാമ്പത്തികമായും പ്രശസ്തി കൊണ്ടും മഞ്ജു വാര്യർ ആഗ്രഹിച്ചു. ഹൗ ഓൾഡ് ആർ യു ക്ലിക്കായി. സ്ത്രീജനങ്ങൾ മഞ്ജുവിന്റെ പക്ഷത്തായി. കാവ്യ ദിലീപുമായുള്ള വിവാഹശേഷം അഭിനയം നിർത്തി. ദിലീപ് പറഞ്ഞിട്ടായിരിക്കും. കാവ്യക്ക് അച്ഛനുമായി വല്ലാത്ത അറ്റാച്ച്മെന്റ് ആണ്. മകളുടെ കരിയറിന് വേണ്ടി ഒരുപാട് ത്യാഗം ചെയ്തിട്ടുണ്ട്. മകൾ അഭിനയം നിർത്തുന്നതിനോട് പിതാവ് യോജിച്ചിരുന്നില്ല. വീണ്ടും മകൾ അഭിനയിക്കണമെന്ന ആഗ്രഹം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ദിലീപിനോട് ഇക്കാര്യം പറഞ്ഞപ്പോൾ ദിലീപ് ചിരിച്ചു. ദിലീപിന് പൂർണ്ണ തൃപ്തിയില്ലെന്ന് ആംഗ്യങ്ങളിൽ നിന്ന് അദ്ദേഹം മനസ്സിലാക്കി. മകളുമായി ഈ ആഗ്രഹം അദ്ദേഹം പങ്കുവച്ചു. പക്ഷേ ഇതിനിടെ ജീവിതത്തിൽ പല സംഭവങ്ങളും ഉണ്ടായി. അച്ഛൻ മരിച്ച ശേഷം അദ്ദേഹത്തിന് ഇങ്ങനെയൊരു ആഗ്രഹം ഉണ്ടായിരുന്നെന്ന് കാവ്യ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിൽ ആരെയും കുറ്റപ്പെടുത്താൻ കാവ്യ നിന്നില്ല. മരണ വീട്ടിൽ ഞാൻ പോയിരുന്നു. അവിടെ വെച്ചുണ്ടായ സംസാരങ്ങളിൽ നിന്നാണ് ഇതറിഞ്ഞത്. ഒരു സിനിമയിലെങ്കിലും അഭിനയിക്കണമെന്നാണ്. ആ ആഗ്രഹം നടത്തിക്കൊടുക്കാൻ ദിലീപ് ആലോചിക്കുന്നുണ്ട്. മുന്നിൽ പല കാര്യങ്ങളുമുണ്ട്. മഞ്ജു വാര്യർ വന്ന് രക്ഷപ്പെട്ടു പോയി. അഭിനയിക്കാൻ വേണ്ടിയാണോ എന്നറിയില്ല. കാവ്യ ഇപ്പോൾ സ്ലിം ആയിട്ടുണ്ടെന്നും പല്ലിശ്ശേരി പറയുന്നു. ദിലീപിന്റെ ജീവിതത്തിലെ സംഭവങ്ങളെ കുറിച്ച് നേരത്തെ പല വാദങ്ങൾ പല്ലിശ്ശേരി ഉന്നയിച്ചിട്ടുണ്ട്. കഴിഞ്ഞയാഴ്ചയാണ് കാവ്യയുടെ പിതാവ് പി മാധവൻ മരിച്ചത്. 75 വയസ്സായിരുന്നു. കാവ്യ കലാരംഗത്ത് വളർന്നതിൽ വലിയ പങ്കുവഹിച്ചയാളാണ് പി മാധവൻ. ബാലതാരമായാണ് കാവ്യ അഭിനയ രംഗത്തേക്ക് വരുന്നത്. കാവ്യയുടെ കരിയറിലുടനീളം മാതാപിതാക്കളുടെ പിന്തുണയുണ്ടായിരുന്നു. പിന്നെയുമാണ് കാവ്യ അഭിനയിച്ച അവസാന സിനിമ. അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത സിനിമയിൽ ദിലീപാണ് നായകനായി എത്തിയത്. പിന്നെയും സിനിമയിലെ കാവ്യയുടെ പ്രകടനത്തെ അടൂർ ഗോപാലകൃഷ്ണൻ അഭിനന്ദിച്ചിരുന്നു. ദിലീപിന്റെ ചന്ദ്രനുദിക്കുന്ന ദിക്കിൽ എന്ന സിനിമയിലാണ് കാവ്യ ആദ്യമായി നായികയായി അഭിനയിക്കുന്നത്. പിന്നീട് അങ്ങോട്ട് മലയാളത്തിലെ ഏറ്റവും തിരക്കുള്ള നടിയായി കാവ്യ മാധവൻ മാറി. ദിലീപിന്റെ മികച്ച ഓൺ സ്ക്രീൻ നായികയായാണ് കാവ്യ കരിയറിലുടനീളം അറിയപ്പെട്ടത്. നിരവധി സിനിമകളിൽ ഇവർ ഒരുമിച്ച് അഭിനയിച്ചു.